ഹലോ നമസ്കാരം. എല്ലാ അമ്മമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഓട്സും ആപ്പിളും ചേർന്നുള്ള ഒരു കുറുക്കിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് നമ്മൾ നോക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഭാരം കൂടാൻ ലോകമെമ്പാടുമുള്ള പീഡിയാട്രീഷ്യന്മാർ ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കുന്ന ഒരു സൂപ്പർ കോമ്പിനേഷനെ കുറിച്ചാണ് മധുരക്കിഴങ്ങും നേന്ത്രപ്പഴവും ചേർത്തുള്ള കുറുക്ക്. ഞാൻ ഡ്യൂട്ടിയിലായിരുന്ന സമയത്ത് ഒരമ്മ വന്ന് സങ്കടം പറഞ്ഞു എന്നോട്, സിസ്റ്ററെ, കുഞ്ഞിന് 6 മാസം കഴിഞ്ഞിട്ടും ഭാരം കൂടുന്നില്ല എന്ന്. എന്താ ചെയ്യേണ്ടത്, എന്തെങ്കിലും പോംവഴിയുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത് ഈ ഒരു റെസിപ്പിയാണ്. 1 മാസത്തിനുള്ളിൽ തന്നെ ആ കുഞ്ഞിൻ്റെ തൂക്കത്തിൽ നല്ല ഹെൽത്തിയായ മാറ്റം വരാൻ ഇത് സഹായിച്ചു. എന്തുകൊണ്ട് മധുരക്കിഴങ്ങും പഴവും? മധുരക്കിഴങ്ങിൽ കുഞ്ഞുങ്ങളുടെ ഭാരം കൂട്ടാൻ സഹായിക്കുന്ന ഒരു തരം കാർബോഹൈഡ്രേറ്റുകളും അന്നജവും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാഷ്യവും മധുരക്കിഴങ്ങിലെ വിറ്റമിൻ എ, സി എന്നിവയും കുഞ്ഞിൻ്റെ ശരീരപുഷ്ടിക്കും കണ്ണ്, ചർമ്മം എന്നിവയുടെ ആരോഗ്യത്തിനും ഉത്തമമാണ്. ഇവ രണ്ടിനും നല്ല സ്വാഭാവികമായ മധുരമുള്ളതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഇത് ഒട്ടും മടി കൂടാതെ വേഗം കഴിച്ചു തീർക്കും. ഇതുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. മധുരക്കിഴങ്ങ് പകുതി മതിയാകും, നന്നായി പഴുത്ത നേന്ത്രപ്പഴം പകുതി മതിയാകും, കറുത്ത കുരു കളഞ്ഞ് വേണം എടുക്കാൻ. 3-മതായി പശുവിൻ നെയ്യ് 1/2 ടീസ്പൂൺ. 4-മതായി തിളപ്പിച്ചാറ്റിയ വെള്ളം ആവശ്യത്തിന് മാത്രം എടുക്കുക. ഉണ്ടാക്കുന്ന രീതി പറയാം. ആദ്യം മധുരക്കിഴങ്ങിൻ്റെ തൊലി നന്നായി ചെത്തി ചെറിയ കഷ്ണങ്ങളായി മുറിക്കുക. ഇതൊരു പാത്രത്തിലോ പ്രഷർ കുക്കറിലോ വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കുക. നല്ലപോലെ സോഫ്റ്റ് ആകണം. പഴത്തിൻ്റെ കഷ്ണങ്ങളും മധുരക്കിഴങ്ങും ചെറു ചൂടോടെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. കൈകൾ വൃത്തിയായി കഴുകിയ ശേഷമോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ ഇവ രണ്ടും കട്ടകളൊന്നുമില്ലാതെ നന്നായി ഉടച്ചെടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ശുദ്ധമായ പശുവിൻ നെയ്യും ആവശ്യത്തിന് ലൂസാകാൻ വേണ്ടി തിളപ്പിച്ചാറ്റിയ വെള്ളവും ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ചെറു ചൂടോടെ കുഞ്ഞിന് കൊടുക്കാം. അമ്മമാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. മധുരക്കിഴങ്ങ് കൊടുക്കുമ്പോൾ ചില കുട്ടികൾക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറുക്ക് തയ്യാറാക്കുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ളിൻ്റെ കാലിലൊന്ന് ജീരകപ്പൊടി കൂടി ചേർത്താൽ ഗ്യാസിൻ്റെ പ്രശ്നം പൂർണ്ണമായും ഒഴിവാക്കാം. മധുരക്കിഴങ്ങും പഴവും നല്ലതുപോലെ വേവിച്ചാൽ കൈകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഉടയ്ക്കാൻ പറ്റും. മിക്സിയിൽ അടിച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെടും. ഇതിൽ ഒട്ടും തന്നെ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് 2 സാധനങ്ങൾക്കും ആവശ്യത്തിന് സ്വാഭാവികമായ മധുരമുണ്ട്. 6 മാസം കഴിഞ്ഞ ഉടനെ കൊടുക്കാം. എങ്കിലും ആദ്യമായി കൊടുക്കുമ്പോൾ ചെറിയ അളവിൽ കൊടുത്ത് അലർജി ഇല്ലെന്ന് ഉറപ്പാക്കുക. ഇത് ദഹിക്കാൻ അല്പം സമയം എടുക്കുന്നതിനാൽ ഉച്ചഭക്ഷണമായി കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അമ്മമാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാരം 1 മാസത്തിനുള്ളിൽ ഇരട്ടിയാക്കാൻ സഹായിക്കുന്ന ഈ മധുരക്കിഴങ്ങ് പഴം കുറുക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉറപ്പായും കൊടുത്തു നോക്കുക. ഒരു നേഴ്സ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, കൃത്രിമമായ വെയ്റ്റ് ഗെയിൻ പൗഡറുകളുടെ പുറകെ പോകാതെ ഇതുപോലുള്ള നാടൻ ഭക്ഷണങ്ങൾ ശീലമാക്കുക. ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ കുഞ്ഞിൻ്റെ തൂക്കത്തിൽ വന്ന മാറ്റങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന അമ്മമാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. ഇതുവരെ നിങ്ങൾ എൻ്റെ വെയ്റ്റ് ഗെയിൻ വീഡിയോകൾക്ക് നൽകിയ വലിയ പിന്തുണയ്ക്ക് നന്ദി. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.